അമ്മേ, ഇപ്പോഴവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് എനിക്കറിയണം. അവിടെ ഇപ്പൊ എന്താ സംഭവിക്കുന്നെന്ന് എനിക്കറിയണം. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. അവിടെ ഇപ്പൊ എന്താ സംഭവിക്കുന്നെന്ന് എനിക്കറിയണം. ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കണം. അവിടെ ഇപ്പൊ എന്താ സംഭവിക്കുന്നെന്ന് പറയടാ. വീക്ക് മൈൻഡ്സ്, നിങ്ങൾ ആരെയും ഒരു കാര്യത്തിനും കൊള്ളില്ല. കണ്ണൊന്നും കാണുന്നില്ലല്ലോ. എന്താ ഇത് പകൽ വേഷം? ഞങ്ങളുടെ ഡ്രസ് എന്തിനാ എടുത്തത്? ഫസ്റ്റ് ക്വസ്റ്റ്യന് ഫസ്റ്റ് ആൻസർ. ഇത് പകൽ വേഷമല്ല. ഞാൻ ശ്രീകൃഷ്ണൻ, നിങ്ങൾ ഗോപികമാർ. സെക്കൻഡ് ക്വസ്റ്റ്യന് സെക്കൻഡ് ആൻസർ. നിങ്ങളുടെ ഡ്രസ് ഒന്നും ഞാനല്ല എടുത്തത്. നിങ്ങളെ ഇവിടെ വിട്ടിട്ട് പോയത്. ഞങ്ങൾക്ക് എന്താ ഭ്രാന്താന്ന് കരുതിയോ? വായില് പല്ലുണ്ടാവില്ല. അതേ എന്റെ മോഡേൺ മഹാറാണി. ചെറുപ്പത്തിൽ എപ്പോഴോ കണ്ടതാ. ചെറിയ ഷർട്ടും ചെറിയ പാന്റും ഇട്ടുകൊണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോഴാ കാണുന്നത്. അന്നത്തെ പോലത്തെ അതേ ചെറിയ കുപ്പായം. വായടക്ക്. പെൺകുട്ടികൾ കുളിക്കുന്നിടത്ത് വന്ന് ഒളിഞ്ഞു നോക്കാൻ നാണല്ലേ നിനക്ക്? ഞങ്ങളുടെ പശുക്കൾ കുളിക്കുന്ന ഈ സ്ഥലത്ത് നിങ്ങൾക്കും കുളിക്കാനുള്ള അനുമതി തന്നത് ആരാണ്? നമ്മളെ ചീത്ത പറയുന്നുടി. ഞാൻ ചീത്ത പറഞ്ഞതല്ല, അച്ചടി മലയാളത്തിൽ സംസാരിച്ചതാ. ആ മലയാളം മനസ്സിലായില്ല അല്ലേ? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഈ കുളത്തിലാണ് ഞങ്ങളുടെ പശുക്കളും കുളിക്കുന്നത്. മര്യാദക്കുറവായ ആണുങ്ങളോട് സംസാരിച്ചതിന് ഞങ്ങളോട് മാപ്പ് ചോദിച്ചിട്ട് 2 കൈകളും ഒരുമിച്ച് പിടിച്ച് തൊഴുതുകൊണ്ട് പുറത്തേക്ക് വന്നാൽ വന്നില്ലെങ്കിൽ നിന്റെ ഡ്രസ്സെല്ലാം എടുത്തോണ്ട് ഞാൻ പോകും. എടുത്തോണ്ട് പോയിക്കോ. വെറുതെ പറഞ്ഞാടാ, ഈ ഡ്രസ്സിൽ നിങ്ങൾ പുറത്തിറങ്ങില്ലല്ലോ. അമ്പലം യൂണിഫോം, നോ ഫ്രണ്ട്ഷിപ്പ്. എന്താ ഇംഗ്ലീഷോ? പൂജ ഇംഗ്ലീഷാണോ ചെയ്യുന്നത്? ഓക്കെ ഓക്കെ. ഈശ്വര, എന്റെ അനിയത്തിയെ കല്യാണം കഴിക്കാൻ പോകുന്നവന് ഒരുപാട് ആസ്തി ഇല്ലെങ്കിലും കുഴപ്പമില്ല, വലിയ പഠിപ്പില്ലെങ്കിലും കുഴപ്പമില്ല, ജോലി ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്നാൽ തടിക്ക് ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല. കുറഞ്ഞത് ഒരു 200 കിലോ എങ്കിലും ഉണ്ടാവണം. മിനിമം 200 kgs. അതല്ല, നിനക്കൊണ്ടല്ല താടകയെ പോലെ ഒരു തീ കിട്ടും. വന്നല്ലോ. ആര്? മാലാഖയോ? വസന്തലക്ഷ്മി. വസന്തലക്ഷ്മിയോ? എടാ തടിയൻ പൂജാരി. എന്റെ ഹീറോ ചേട്ടൻ ഇവിടെ വന്നെന്ന് ഞാൻ കേട്ടല്ലോ. എവിടെ പോയിരിക്കാന്ന് പറ. പൂജാരിക്ക് എന്തൊരു മര്യാദ, എന്തൊരു റെസ്പെക്ട്. ഇവിടെ ഉണ്ടോ ഇല്ലയോ? ഉണ്ടെന്ന് തോന്നുന്നില്ല. എടാ ഇയാള് നുണ പറയാ, അന്വേഷിക്ക്. എന്റെ കൊടവയറ കൊഴക്കട്ടയും വിഴുങ്ങി കൊടവയറ വരുത്തി കണ്ണു അടച്ച് ചുരുട്ടിയിരിക്കുകയാണല്ലേ. എന്റെ പ്രാർത്ഥന കേക്കില്ലേ? നിനക്ക് പൂജ ചെയ്യുന്നത് ഞാന്, മാപ്പ് പറയുന്നത് ഞാന്, തേങ്ങ ഉടയ്ക്കുന്നത് ഞാന്, പ്രദക്ഷിണം ചെയ്യുന്നത് ഞാന്, വ്രതം എടുക്കുന്നത് ഞാന് എന്ന സപ്പോർട്ട് മാത്രം അങ്ങേർക്ക്. ചെറുപ്പം മുതൽ പറഞ്ഞോണ്ടിരിക്കുക എന്റെ ലവിനെ കുറിച്ച്. എന്നിട്ട് കാര്യമില്ല. അദ്ദേഹം വളർന്ന് 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 മരം പോലെയായി. പക്ഷെ നീ ഒന്നും പറയാതെ മിണ്ടാതിരിക്കുന്നു. ഇങ്ങനെ പോയ പ്രായമായി മൂലക്കിരിക്കുന്നേ ഉള്ളൂ. എന്റെ ലവ് സ്റ്റോറി കല്യാണ സ്റ്റോറിയാക്കി മാറ്റാൻ പറ്റുമോ ഇല്ലയോ നിനക്ക്? ആ ഉത്തരവാദിത്തം നിന്റെ അല്ലേ. നീ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എനിക്ക് എന്റെ ഹീറോ ചേട്ടനെ കല്യാണം കഴിക്കണം, അത്രേ ഉള്ളൂ. ആരാ എന്നെ വിളിച്ചത്? ഞാനാ മോനെ, വിനായകൻ. ഏത് ഗണപതി? ഏനായകനോ? വിനായകൻ, ഗണപതി. ഒന്ന് തിരിഞ്ഞു നോക്ക്. എന്താ ഇത്? ഇതിങ്ങനെ സംഭവിച്ചേ? എന്തിനാ ഇത്ര ബഹളം വയ്ക്കുന്നത്? ഇത്രയും വലിയ ചെവിയുള്ള എനിക്കേ സഹിക്കുന്നില്ല. ബാക്കിയുള്ള ദൈവങ്ങളുടെ കാര്യം ആലോചിക്കുക. എന്തുകൊണ്ടാ? എന്താ പറ്റിയേ? വസന്തലക്ഷ്മിയുടെ ശല്യം സഹിക്കാൻ വയ്യാതെ കാതിനകത്ത് ടൈം ബാം വെച്ച് പൊട്ടിച്ചതുപോലെ ഉണ്ട്. കണ്ടില്ലേ കാത് പഴുത്തിരിക്കുന്നത്? അതെ ശരിയാ, പഴുത്തിരിക്കുക. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? നീ തന്നെ എനിക്കൊരു നല്ല വഴി കാണിക്കണം മോനെ. നിനക്ക് പുണ്യം കിട്ടും. അതാണോ കാര്യം? കാണാതെ പോയി. താങ്ക്സ് ഗണേശ. ഒളിച്ചിരുന്ന ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ? ചെറുപ്പം മുതലേ തുടങ്ങിയ ഇഷ്ടമാണിത്. ആ ഇഷ്ടം കല്യാണത്തിലേക്ക് ചെന്ന് എത്തിയേ പറ്റൂ. എന്താടാ നിന്റെ ഈ മോന്തയ്ക്ക് ഞാൻ ശരിയാവില്ലേ? അതല്ല
തല്ലിപ്പൊളിയുടെ കൂടെ ചേർന്ന് നീ തരികിട കാണിക്കുകയാണല്ലേ? അവളുടെ കൂടെ ഞാൻ എന്ത് ചെയ്താലും നിനക്കെന്താടി? വെള്ളത്തിലേക്ക് തള്ളി വിട്ടു ചേച്ചി. പാട്ടും പാടി ചേച്ചി. സത്യാണോ? ആവശ്യം വന്നാ ഡാൻസും കളിക്കും. നിനക്കെന്താടി? ഞാനല്ലേ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത്? നിന്നെ കല്യാണം കഴിക്കും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നീയാണ് എന്റെ ഭർത്താവെന്ന് നാട്ടിലെ എല്ലാരെയും അറിയോ? എന്ത് വേണമെങ്കിലും ചെയ്തോ, എവിടേക്ക് വേണമെങ്കിലും പൊയ്ക്കോ. എനിക്കൊരു വിഷമവും ഇല്ല. ചേട്ടാ വിട്ടുകള, അവളൊരു വട്ടത്തി. വട്ടായതുകൊണ്ട് ഞാനും പറ്റില്ലെന്ന് പറഞ്ഞത്. ശരിക്കും എന്നെ കല്യാണം കഴിക്കില്ല? നിന്നെ കെട്ടുന്നതിലും ഒരു കഴുതിയെ കെട്ടിയ പ്രയോജനം ഉണ്ടാവും. നീ വാ മോളെ, ഇവളോട് സംസാരിച്ച സമയം കളയാ. മാറി അവിടുന്ന്. ഭ്രാന്തിയാണെന്നോ? നീ എന്നെ കെട്ടാതെ പോകുന്ന ഞാനൊന്ന് കാണട്ടെ. അവനെക്കാളും ഞാൻ എത്രയോ ബെറ്ററാ. എന്നെ കെട്ടിക്കോ. ആ മോഡൻ മഹാറാണി ഉണ്ടല്ലോ, ഇവിടെ കുറച്ചായിട്ട് കുഞ്ഞു തുണി കൊടുത്തോണ്ട് കുതിരയെ പോലെ ആടിക്കൊണ്ട് വരുന്നത് കണ്ട് മയങ്ങി എന്റെ ഏട്ടൻ. എന്റെ ദൈവമേ, എനിക്ക് എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞതാ. അലുവയ്ക്ക് തിരുനെൽവേലി ഫേമസ്, ഐഡിയക്ക് അപ്പാസ്വാമി ഫേമസ്. ഇവിടെ ആരും ഐഡിയ കിട്ടാതെ ബുദ്ധിമുട്ടാണല്ലോ. അതെ കുഞ്ഞിരാമൻ ചേട്ടാ, എന്തെങ്കിലും ഒരു ഐഡിയ പറ. അതൊക്കെ തരാൻ പറ്റും, പക്ഷെ സഞ്ചി കാലിയാണല്ലോ. ആഹാ, അതിന് വേണ്ട നല്ലൊരു മരുന്ന് എന്റെ അടുത്തുണ്ട് കുഞ്ഞിരാമേട്ടാ. ഇത് കണ്ടോ, വാങ്ങിച്ചോ. വാ. എന്താടാ അത്, പകൽ വേഷോ? ചന്ദ്രനിൽ പോയി ഡാൻസ് കളിക്കാൻ പോവാ. ഹലോ, മര്യാദ. കല്യാണം ഉറപ്പിക്കാൻ വന്നവർക്ക് ബഹുമാനം കൊടുക്കണം. നിനക്ക് മര്യാദയോ? കൂടുതൽ സംസാരിക്കണ്ട കേട്ടാ. എടാ, നീ എന്താ നോക്കുന്നേ? എന്താ കാര്യം? കല്യാണക്കാരെ സംസാരിക്കാനാ വന്നത്. ഈ പ്രായത്തിൽ തന്നെ കല്യാണോ? ഒരെണ്ണം വെച്ചെന്ന് എങ്ങനെ ഇരിക്കുന്നറിയോ? ആരാണ് അവിടെ ആവശ്യമില്ലാതെ ഒച്ച ഉണ്ടാക്കുന്നേ? ശ്രീരസ്തു ശുഭമസ്തു അവിഘ്നമസ്തു. നമ്മുടെ നാട്ടിലെ പുത്രിയായ സൗഭാഗ്യവതിയായ വസന്തലക്ഷ്മിയെ ചിരഞ്ജീവി ചണ്ടി എന്ന നിങ്ങളെ വിവാഹം ചെയ്ത ഒരെണ്ണം വെച്ചെന്നുണ്ടല്ലോ, എന്നോട് കളിക്കണ്ട. എടോ ചണ്ടി, ആ. നിങ്ങളുടെ കളി ഇത്തിരി കൂടുന്നുണ്ട്. നിന്റെ കളി കൂടിയത് കൊണ്ടാ മുഹൂർത്തം ഫിക്സ് ചെയ്ത് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഓയെന്നോ? താമ്പൂലവും കാര്യമൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. നീ കെട്ടാൻ പോകുന്ന പെണ്ണും അവിടെ ഉണ്ട്. വസന്തലക്ഷ്മി ഉണ്ടല്ലോ, അപ്സരസിനെ പോലെ സുന്ദരിയാ. അപ്സരസൊന്നുമല്ലടാ, വലിയ തലവേദന അവള്. ഞങ്ങളുടെ വസന്തലക്ഷ്മി അണിഞ്ഞൊരുങ്ങി വന്നാലുണ്ടല്ലോ, കണ്ണുപൊട്ടം പോലും കണ്ണു പൊത്തിക്കൊണ്ട് ഓടും. എന്റെ ഞങ്ങളുടെ വസന്തലക്ഷ്മിയുടെ പേഴ്സണാലിറ്റി. രാജമുന്ദ്രി മുനിസിപ്പാലിറ്റി. വസന്തലക്ഷ്മിയുടെ ഓ, ചുണ്ടുകളുണ്ടല്ലോ. വലിയ സംഭവം തന്നെ. ഇവിടെ മനുഷ്യന് വട്ടളകി നിക്കുക. എന്തോ പറയുന്നേ? കല്യാണം കഴിപ്പിക്കാന്ന് വിചാരിച്ചപ്പോ മൂടില്ല അത്ര. പോയി പണി നോക്ക്. നിനക്ക് പ്രായം അല്ലെങ്കിൽ നാക്കിന് നല്ല നീളമാണല്ലോ. നിനക്ക് മാത്രം മൂഡ് കുറവായിട്ട് മൂവ്മെന്റ് കൂടുതലാണല്ലോ. ഇതിൽ കൂടുതൽ സംസാരിച്ച നിനക്കെല്ലാം പണി പാർസൽ ഇട്ടും പറഞ്ഞേക്കാം. എന്റെ അമ്മേ, നിന്നെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നിന്നോടെ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇവരുടെ മുമ്പിൽ വെച്ച് വേണ്ട. പെണ്ണിന് നാണം കണ്ടില്ലേ? അകത്തേക്ക് പോവാമോ? എന്താ അങ്ങനെ നോക്കുന്നേ? എന്താ അങ്ങനെ നോക്കുന്നേ? ഹീറോ ആയിട്ടാ എന്താ ഈ പറ്റിയേ? നിങ്ങളുടെ നോട്ടത്തിൽ എന്തോ പന്തികേട് ഉണ്ടല്ലോ. വ്യത്യാസം നോട്ടത്തിലല്ല, തോന്നലാണ്. എന്നുവെച്ചാ ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ചാലോ എന്നൊരാഗ്രഹം. എന്താ? ഫസ്റ്റ് നൈറ്റ് മോളെ. നമുക്കിപ്പൊ എന്തിനാ ആദ്യരാത്രി? ഇവിടെ തന്നെ ഇപ്പൊ തന്നെ മൂഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ടുപിടിക്കാൻ വേണ്ട പറ്റില്ലല്ലോ. ഏട്ടാ, നിന്നെ വേണം. തെറ്റാണ്. പറ്റില്ല. നമ്മുടെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഏട്ടാ. കല്യാണം എന്ത് കല്യാണം? അത് എപ്പോ വേണമെങ്കിലും കഴിക്കാലോ. ഒരിക്കൽ നമുക്ക് ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ച് നോക്കാം. ഞാൻ പറയുന്നൊന്ന് കേക്ക്. വേണ്ട വേണം വേണ്ട വേണം. മതിയാക്കണേ. ഇനി എന്റെ മുമ്പിൽ ഇങ്ങനെ ആട്ടിക്കൊണ്ട് വന്നിട്ടേ കല്യാണം കഴിക്കുന്നൊന്ന് പറഞ്ഞു നോക്ക്. ഓൺ ദ സ്പോട്ട് ഫസ്റ്റ് നൈറ്റ് ആയിരിക്കും. ഫസ്റ്റ് നൈറ്റ് നടക്കും. മനസ്സിലായോ നിനക്ക്? മനസ്സിലായോന്ന്? പോടി. എന്തൊക്കെ പറഞ്ഞാലും ശരി, നമുക്ക് ഇവളാ കറക്റ്റ്. ഇനി എങ്ങോട്ട് നോക്കിയിട്ട് ഒരു കാര്യമില്ല.